ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. 10ാം ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന പാഠഭാഗത്തെ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ആശയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങാം. മോൾ കൺസെപ്റ്റ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. പല കുട്ടികൾക്കും മോൾ കൺസെപ്റ്റ് മോളെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷേ എന്താണ് മോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയണമെന്നില്ല, അല്ലേ? അപ്പം നമുക്കറിയാം, നമ്മൾ ഒരു പദാർത്ഥം, ഒരു മാറ്റർ നിർമ്മിച്ചിട്ടുള്ളത് അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ഇപ്പോൾ ഒരു ചോക്കയാണെങ്കിലും ഈ ഒരു മാർക്കറാണെങ്കിലും ഈ ലോകത്തിലുള്ള എല്ലാ സബ്സ്റ്റൻസും എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റങ്ങൾ എന്ന് പറയുന്ന മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ഇങ്ങനെ ഒരുപാട് ആറ്റങ്ങളാലും ഒരുപാട് മോളിക്യൂൾസുകാലും നിർമ്മിച്ചിട്ടുള്ള ഈ എല്ലാ പദാർത്ഥങ്ങളുടെയും എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണെന്ത് മോൾ എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ഒരു ചോക്കയിൽ എത്രത്തോളം ആറ്റങ്ങളുണ്ട്, ഇപ്പോൾ ഇത്ര ഗ്രാം സോഡിയം തന്നു, ഇത്ര ഗ്രാം സ്വർണ്ണം തന്നു, അതിൽ എത്രത്തോളം ആറ്റങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങളിലുള്ള ഓരോ മാറ്ററിലുമുള്ള ആറ്റങ്ങളുടെയും മോളിക്യൂൾസിൻ്റെയൊക്കെ എണ്ണം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു SI യൂണിറ്റാണെന്ത് മോൾ എന്ന് പറഞ്ഞാൽ, അല്ലേ? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നല്ലോ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റും, അല്ലേ? ഇപ്പോൾ നീളത്തിൻ്റെ യൂണിറ്റ് മീറ്റർ, മാസിൻ്റെ യൂണിറ്റ് എന്താണ് കിലോഗ്രാം, അല്ലേ? സമയത്തിൻ്റെ യൂണിറ്റ് എന്താണ് സെക്കൻഡ് എന്ന് നമ്മൾ പഠിച്ചില്ല. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥങ്ങളിലുള്ള സൂക്ഷ്മകണികളുടെ എണ്ണം പ്രസ്താവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു SI യൂണിറ്റാണെന്ത് മോൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ മോൾ വെച്ചിട്ട് നമുക്ക് ഈ 10ാം ക്ലാസ്സിൽ പാഠഭാഗം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. ഇത് പറഞ്ഞ പോലെ ആറ്റങ്ങളുടെയും അതുപോലെ ആറ്റങ്ങൾ അതുപോലെ തന്നെ മോളിക്യൂൾസ് ഇതിൻ്റെയൊക്കെ എണ്ണം പ്രസ്താവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോൾ എന്ന് പറയുന്ന ആശയം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ആറ്റങ്ങളുടെയൊക്കെ എണ്ണം എണ്ണി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കാരണം അത്രയും സൂക്ഷ്മ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസാണ് ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെയൊക്കെ എണ്ണം കൃത്യമായിട്ട് എണ്ണുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെ ആറ്റത്തിൻ്റെ മാസ് വെച്ചിട്ടാണ് ഈ ആറ്റങ്ങളുടെയൊക്കെ എണ്ണം കണ്ടുപിടിച്ചത്. ആ ഒരു രീതിയിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. ആപേക്ഷിക അറ്റോമിക് മാസ് എന്ന് പറയുന്ന രീതി ഉപയോഗിച്ചിട്ടാണ് ഇന്നുള്ള എല്ലാ ആറ്റങ്ങളുടെയൊക്കെ മാസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആറ്റങ്ങളുടെ മാസ് വെച്ചിട്ടാണ് നമ്മൾ മോൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ വിശാലമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ആറ്റങ്ങളുടെ മാസ്, അപ്പോൾ ഓരോ ആറ്റങ്ങളുടെയും മാസ് ഞാനിവിടെ എഴുതുകയാണ്. ചില പ്രധാനപ്പെട്ട ആറ്റങ്ങളുടെയൊക്കെ മാസ് ഞാനിവിടെ എഴുതുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ കാർബൺ ആറ്റത്തിൻ്റെ മാസാണിത് 12. കാർബൺ ആറ്റത്തിൻ്റെ മാസാണിത് 12. അതുപോലെ ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസാണിത് 16. ഓക്സിജൻ്റെ മാസ് 16. നൈട്രജൻ ആറ്റത്തിൻ്റെ മാസാണ് 14. സോഡിയം ആറ്റത്തിൻ്റെ മാസാണ് 23 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആറ്റങ്ങളുടെ മാസാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ആറ്റങ്ങളുടെ മാസിനെ ഞാൻ ഗ്രാമിലെടുക്കുന്നു. എന്ത് ചെയ്യുന്നു? ഗ്രാമിലെടുക്കുന്നു. ഈ ആറ്റങ്ങളുടെ മാസിനെ ഗ്രാമിലെടുത്താൽ ഇത് 12 ഗ്രാം, ഇത് 16 ഗ്രാം, ഇതെന്താണ് 14 ഗ്രാം, ഇതെന്താണ് 23 ഗ്രാം. ഓക്കെ, അപ്പോൾ ആറ്റങ്ങളുടെ മാസിന് ജസ്റ്റ് ഗ്രാമിലെടുത്തു. ഇതെന്താണ് ആറ്റങ്ങളുടെ മാസ്, അതിനെ AM എന്ന് നമുക്ക് എഴുതാം, അല്ലേ? ഇനി ആറ്റങ്ങളുടെ മാസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാമിലെടുക്കാം. ആറ്റങ്ങളുടെ മാസിനെ ഗ്രാമിലെടുത്താൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് GAM. എന്താണ് GAM? ഗ്രാം അറ്റോമിക് മാസ്. ഓക്കെ, അപ്പോൾ കാർബൺ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എന്താണ് 12. ആ അറ്റോമിക് മാസിനെ ഗ്രാമിലെടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ്. അപ്പോൾ കാർബണിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? ഹൗ മച്ച് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 12 ഗ്രാം ആണ്. ഇത് കാർബണിൻ്റെ 1 GAM ആണ്. എന്താണ് 1 GAM എന്ന് പറയാൻ കാരണം? ഞാൻ അടുത്തൊരു എക്സാമ്പിൾ കൂടി എഴുതാം. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16. ഓക്സിജൻ്റെ അറ്റോമിക് മാസിനെ ഞാൻ ഗ്രാമിലെടുത്തു. അപ്പോൾ ഈ 16 ഗ്രാം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ ഒരു ഗ്രാം അറ്റോമിക് മാസാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു GAM എന്ന് വിളിക്കാം. ഒരു GAM എന്ന് വിളിക്കാം. എന്തുകൊണ്ട് അവിടെ 1 GAM ആയത്? അതായത് ഒരാറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണോ അതിനെ അതുപോലെ ഗ്രാമിലെടുക്കുകയാണെങ്കിൽ അത് ആറ്റത്തിൻ്റെ 1 GAM ആവുന്നുള്ളൂ. ഒരാറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണോ അതിന് അതേപോലെ ഗ്രാമിലെടുത്താൽ അത് ആറ്റത്തിൻ്റെ 1 GAM ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 1 GAM എന്ന കാർബണിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 1 GAM അടങ്ങിയിട്ടുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ് ഞാനിവിടെ എഴുതുന്നത് 6.022 × 10⁻23 ആറ്റംസ്. അത്രയും ആറ്റങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടാവും. എത്രയാണ്? 6.022 × 10⁻23 ആറ്റങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16 ഗ്രാം. 16 അറ്റോമിക് മാസിലെ ഗ്രാമിലെടുത്തപ്പോൾ 16 ഗ്രാം. അപ്പോൾ ഈ 16 ഗ്രാം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ 1 GAM ആണ്. 1 GAM ആണെങ്കിൽ ഈ 1 GAM ഓക്സിജനിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23
ആറ്റങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14. അതിനെ അതുപോലെ ഗ്രാമിലെടുക്കുകയാണെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എത്ര അതിനെ അത്രയും ഗ്രാമിലെടുക്കുകയാണെങ്കിൽ അത് ആ ആറ്റത്തിൻ്റെ 1 GAM ആണ്. അപ്പോൾ നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14, അതിന് അതേപോലെ ഗ്രാമിലെടുത്തപ്പോൾ 14 ഗ്രാം. 14 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, അത് നൈട്രജൻ്റെ 1 GAM ആണ്. എത്രയാണ്? 1 GAM ആണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 6.022 × 10⁻23. 6.022 × 10⁻23 ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് 1 GAM ഏതെങ്കിലും സബ്സ്റ്റൻസ് ഏത് ആറ്റം എടുക്കുകയാണെങ്കിലും ആ 1 GAM അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 6.022 × 10⁻23 ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 1 GAM എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 ആറ്റങ്ങളല്ലേ? ഇത്രയും ആറ്റങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 മോൾ ആറ്റങ്ങൾ. എത്രയാണ്? 1 മോൾ ആറ്റങ്ങൾ. അതായത് 1 GAM എന്ന് പറഞ്ഞാൽ അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23 ആറ്റങ്ങളല്ലേ? ആറ്റംസ് അടങ്ങിയിട്ടില്ലേ? ഇത്രയും എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? 1 മോൾ ആറ്റങ്ങൾ. എത്രയാണ്? 1 മോൾ ആറ്റങ്ങൾ അത് അടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ 1 GAM എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മോളാണ്. 1 GAM എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? 1 മോൾ. അപ്പോൾ ഇതാണ് മോൾ എന്ന് പറയുന്ന ആശയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു മോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ എണ്ണം എത്രയാണ്? ഒന്നുകൂടി പറയാം. ഒരു മോൾ, എന്തിനാണ് നമ്മൾ മോൾ എന്ന് പറയുന്ന ടൈം യൂണിറ്റ് ഉപയോഗിക്കുന്നത്? മൈന്യൂട്ട് പാർട്ടിക്കിൾ, എക്സ്ട്രീംലി സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ആയ ആറ്റങ്ങളുടെയും മോളിക്യൂൾസിൻ്റെയൊക്കെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ഒരു മോൾ എന്ന് പറഞ്ഞാൽ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എണ്ണം എത്രയാണ്? അതിൻ്റെ സംഖ്യ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 ആണ്. അത് ആറ്റങ്ങളാണെങ്കിലും മോളിക്യൂൾസ് ആണെങ്കിലും. ഒരു മോൾ ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ 6.022 × 10⁻23 ആറ്റങ്ങൾ. ഒരു മോൾ മോളിക്യൂൾസ് എത്രയാണ്? 6.022 × 10⁻23 മോളിക്യൂൾസ്. ഈ ഒരു നമ്പറിനെ നമ്മൾ വേറൊരു പേരിൽ വിളിക്കുന്നുണ്ട്, അവോഗാഡ്രോ നമ്പർ. എന്താണ്? അവോഗാഡ്രോ നമ്പർ. എന്താണ്? അവോഗാഡ്രോ നമ്പർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ നമ്പർ നമ്മൾ വിളിക്കുന്ന പേരാണിത് അവോഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ. അത് എങ്ങനെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 46 ഗ്രാം സോഡിയം ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു 46 ഗ്രാം സോഡിയം തന്നിട്ടുണ്ട്. ഓക്കെ, സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് ഞാനിവിടെ എഴുതുന്നു. സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 23 ആണ്. സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് 23 ആണ്. ഓക്കെ, അത് ഫിക്സഡ് ആണ്. സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് 23 ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 46 ഗ്രാം എന്നുണ്ട് സോഡിയം ഉണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളൊരു മോഡൽ ചെയ്ത് നോക്കാം, മോളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാൽക്കുലേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ 46 ഗ്രാം സോഡിയം ഉണ്ട്. സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് ആണിത്. സോഡിയത്തിൻ്റെ അറ്റോമിക് മാസാണ് 23 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര ആറ്റങ്ങളുണ്ട്? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിൽ എത്ര മോൾ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇതിൽ എത്ര ആറ്റങ്ങളുണ്ട്, ഇത് എത്ര മോളിക്യൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ലിറ്റർ ഒരു ഗ്യാസ് എന്നിട്ട് അതിൻ്റെ വ്യാപ്തം വോളിയം കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. അപ്പോൾ എന്ത് വോളിയം കണ്ടുപിടിക്കാനാണെങ്കിലും ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണെങ്കിലും തന്മാത്രകൾ മോളിക്യൂൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനാണെങ്കിലും നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന സാമ്പിളിൽ എത്ര മോളുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ എത്ര മോളുകളുണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ്. മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാം. 46 ഗ്രാം സോഡിയമാണ്. ഇതൊരു ആറ്റമാണ് അല്ലേ? ഇതൊരു ആറ്റമാണ്. ഇതൊരു മോളിക്യൂൾ അല്ല, കോമ്പൗണ്ട് അല്ല തന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഗ്രാം അറ്റോമിക് മാസ് ഏത് മൂലകം ഏത് പദാർത്ഥം എടുക്കുകയാണെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23 ആറ്റങ്ങളാണ്. ഓക്കെ, 1 GAM ആണെങ്കിൽ അപ്പോൾ ഈ 46 ഗ്രാം സോഡിയം എന്ന് പറയുമ്പോൾ അതിൽ എത്ര GAM ആണെന്ന് കണ്ടുപിടിച്ചാലും മതി. ആ എത്ര GAM ആണെന്ന് അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? എത്ര മോൾ. അപ്പോൾ അതിൽ ഈ 46 ഗ്രാം സോഡിയത്തിൽ എത്ര GAM ഉണ്ട് അല്ലെങ്കിൽ എത്ര മോളുടെ രണ്ടാണെങ്കിൽ ഇക്വേഷൻ സെയിം ആണ്. അതായത് നമ്പർ ഓഫ് മോൾസ് കാണാനാണെങ്കിലും അതുപോലെ തന്നെ നമ്പർ ഓഫ് GAM കാണാനാണെങ്കിലും ഇക്വേഷൻ എന്താണ്? സെയിം തന്നെയാണ്. എന്താണ് ഇക്വേഷൻ? എന്താണ്? തന്നിരിക്കുന്ന മാസ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GAM. ഓക്കെ, ഗിവൺ മാസ് എത്ര ഗ്രാം സോഡിയം തന്നത്? 46. അപ്പോൾ 46 ഡിവൈഡഡ് ബൈ GAM എത്രയാണ്? GAM എന്ന് പറഞ്ഞത് ഗ്രാം അറ്റോമിക് മാസ് ആണ് അല്ലേ? ക്വസ്റ്റ്യനിലെ GAM എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല, പക്ഷേ AM അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. നമുക്കിത് പ്രോബ്ലം ചെയ്യാനാണ് ഈ സോഡിയത്തിൻ്റെ അറ്റോമിക് മാസോടെ സൂചനയായിട്ട് തന്നത്. സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് 23 ആണ്.
ആ 23നെ ഗ്രാമിലെടുത്താൽ അത് തന്നെയാണ് എന്ത് GA എന്ന് പറഞ്ഞാൽ അല്ലേ. ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണോ അതിന് അതേപോലെ ഗ്രാമിലെടുത്താൽ അത് GAM ആണ്, അത് അതിൻ്റെ 1 GAM ആണ്. ഓക്കെ, അപ്പോൾ അതിനെ 1 GAM കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 46 ആയിരിക്കണം 23. അപ്പോൾ എത്ര മോളായി? 2 മോൾ. എന്താണ് 2 മോൾ അല്ലെങ്കിൽ 2 GAM. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 2 മോൾ അല്ലെങ്കിൽ 2 GAM. ഓക്കെ, ഇനി ഇതിൽ എത്ര ആറ്റങ്ങൾ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ? നമുക്കറിയാം ഒരു GAM ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മോൾ ആണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23 ആറ്റങ്ങളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്ര GAM ഉണ്ട്, എത്ര മോൾ ഉണ്ട്? 2 മോളാണ്. അപ്പോൾ ടോട്ടൽ എത്ര ആറ്റങ്ങളുണ്ട്? 2 × 6.022 × 10⁻23 ആറ്റങ്ങൾ. അത്രയും ഇവിടെ എഴുതി വെച്ചാൽ മതി. ഇതിൻ്റെ കാൽക്കുലേഷൻ പിന്നെ ചെയ്യേണ്ട. എത്രയും എഴുതി വെച്ചാൽ നമുക്ക് എന്തായി? മാർക്കായി. ഓക്കെ, 64 ഗ്രാം ഓക്സിജൻ തന്നിട്ടുണ്ട്. 64 ഗ്രാം ഓക്സിജൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന കുറച്ച് ആറ്റങ്ങളുടെ മാസ് നമ്മൾ എപ്പോഴും പഠിച്ചേക്കണം. ആ ആറ്റങ്ങളുടെയൊക്കെ അറ്റോമിക് മാസ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാതിരിക്കാം, എങ്കിലും അത് പഠിച്ചു വെക്കാം. ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആളുകളുടെ അറ്റോമിക് മാസ് പഠിച്ചു വെക്കുക. അതായത് കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ആണ്, ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്, സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് 23 ആണ്. അങ്ങനെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആറ്റങ്ങളുടെയൊക്കെ അറ്റോമിക് മാസ് പഠിച്ചു വയ്ക്കുക. അതുപോലെ ക്ലോറിൻ്റെ അറ്റോമിക് മാസ് 35.5 ആണ്, 35.5 ആണ്. ഈ ആറ്റങ്ങളുടെ അറ്റോമിക് മാസ് ഒന്ന് മനസ്സിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ 64 ഗ്രാം ഓക്സിജൻ തന്നിട്ടുണ്ട്. ഇതിൽ എത്ര ആറ്റങ്ങളുടെ ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതേ സ്റ്റെപ്പ് തന്നെ. ഇവ എത്ര ഗ്രാം എന്ത് സാധനം എന്ത് പദാർത്ഥം തരികയാണ് അതിൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ലൊക്കേഷൻ എന്താ? ഞാൻ പിന്നെയും വേണ്ടി എഴുതുന്നില്ല, വീഡിയോയുടെ ദൈർഘ്യം കൊണ്ട് വിചാരിച്ചിട്ട് എന്താണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ലൊക്കേഷൻ എന്താ? ഗിവൺ മാസ് ഡിവൈഡ് ബൈ GAM. ഈ കേഷൻ കൂടി എഴുതി വയ്ക്കണമെങ്കിൽ പേപ്പർ നോക്കുന്ന ആളുകൾക്കൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ കേഷൻ എഴുതി വയ്ക്കുക, കാരണം ഇതുമായി മോളുമായി വന്നിട്ട് ഒരു ക്വസ്റ്റിനൊക്കെ വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കേഷൻ ഒന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡ് ബൈ GAM. ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് ഈ കേഷൻ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി മോളിക്യൂൾസ് എണ്ണം കണ്ടുപിടിക്കാൻ ചോദിക്കും. മോളിക്യൂൾസ് എണ്ണം കണ്ടുപിടിക്കുമ്പോൾ ഗിവൺ മാസ് ഡിവൈഡ് ബൈ GMM. എന്താണ്? GMM ആണ് വരിക. ആറ്റം തന്നിട്ട് അതിൻ്റെ മോള് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡ് ബൈ GAM. അപ്പോൾ ഒരു ആറ്റമാണ് തന്നത്, ഓക്സിജനാണ് തന്നത്. ഗിവൺ മാസ് എത്രയാണ്? ഗിവൺ മാസ് എത്ര ഗ്രാമാണ്? 64. അപ്പോൾ 64 ഗിവൺ മാസ് 64 ബൈ GAM. GAM എന്ന് പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ്. ഓക്സിജൻ അറ്റോമിക് മാസ് 16, അതിനെ ഗ്രാമിലെടുത്താൽ GAM. അപ്പോൾ അറ്റോമിക് മാസും GAM ഒന്ന് തന്നെയാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 64 ആയിരിക്കണം 16. 64 16 കൊണ്ട് നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ 16 4 പ്രാവശ്യം 64 പോകും. അപ്പോൾ ഇതിൽ എത്ര GAM ഉണ്ട്? 4 GAM ഉണ്ട്. 4 GAM ഉണ്ട്. ചിലപ്പോൾ ചോദ്യം വരും, ഇത് എത്ര മോളാണ്? 64 ഗ്രാം GAMൽ എത്ര മോൾ ഓക്സിജൻ ആറ്റങ്ങളുണ്ട്? അങ്ങനെയും ചോദിക്കാം. അങ്ങനെയാണ് എന്ത് പറഞ്ഞാൽ മതി? 4 മോള്. എന്താണ് 4 മോള്? ഒരു GA എന്ന് പറഞ്ഞാൽ 1 മോളാണ്. 4 GA എന്ന് പറഞ്ഞാൽ എന്താ? 4 മോളാണ്. 10 GA എന്ന് പറഞ്ഞാൽ എന്താ? 10 മോളാണ്. അപ്പോൾ ഒരു GA എന്ന് പറഞ്ഞാൽ 1 മോൾ. അപ്പോൾ GAയും മോളൊക്കെ എന്താണ്? ഈക്വലാണ്. ഇനി ടോട്ടൽ എത്ര ആറ്റങ്ങളുണ്ട്? ഇതുപോലെ എന്ത് ചെയ്യുക? 4 × 6.022 × 10⁻23 അത്രയും ആറ്റംസ് എന്ന് എഴുതണം. അത് എഴുതി കഴിഞ്ഞിട്ട് കേട്ടോ. കാരണം എന്താ? ആറ്റങ്ങളുടെ എണ്ണം കാണാനാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും ആറ്റങ്ങൾ എന്ന് എഴുതാം. മോളിക്യൂൾസ് എണ്ണം അറിയുമ്പോൾ ഈ അവോഗാഡ്രോ നമ്പർ എഴുതിയിട്ട് എന്ത് ചെയ്യണം? അത്രയും മോളിക്യൂൾസ് എന്ന് നമ്മളിവിടെ എഴുതണം. റെഡി? നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത നമുക്ക് പഠിക്കാൻ പോകുന്നത് GMM ആണ്. അപ്പോൾ GAM ആണെങ്കിൽ GMM ആണ്. ഇതൊക്കെ മോളുമായി ബന്ധപ്പെട്ട ടേംസ് ആണ് മനസ്സിലാക്കുക. അറ്റോമിക് മാസിനെ ഗ്രാമിലെടുത്ത് അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ്. മോളിക്കുലാർ മാസിനെ ഗ്രാമിലെടുത്ത് അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു മോളിക്യൂൾ നോക്കാം. ഏറ്റവും സിമ്പിളായിട്ടൊരു മോളിക്യൂൾ നോക്കാം. H2 എന്താണ്? O2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ട്. O2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ട്. ഇതിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? ഇതിപ്പോൾ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ കാണുന്നുണ്ടല്ലേ? ഒരു ഓക്സിജൻ ഒരാറ്റാണോ? അല്ല, 2 ആറ്റങ്ങളാണ്. 2 ആറ്റങ്ങളായ ഒരു മോളിക്യൂളായി. ഓക്കെ, O2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. ഇതൊരു ഡയറ്റോമിക് മോളിക്യൂളാണ്. ഡയോറ്റോമിക് തന്മാത്രയാണ്. ഈ മോളിക്യൂളിൻ്റെ മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ മാസ് നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഓക്സിജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് നമുക്കറിയണം. എത്രയാണ്? നേരത്തെ പറഞ്ഞു 16. ഓക്സിജൻ അറ്റോമിക് മാസ് എത്രയാണ്? ഓക്സിജൻ അറ്റോമിക് മാസ് 16, ഹൈഡ്രജൻ്റെ 1, കാർബണിൻ്റെ 12 അല്ലേ? അങ്ങനെ കുറച്ച് ആറ്റങ്ങൾ അറ്റോമിക് മാസ് നേരത്തെ എഴുതിയിട്ടുണ്ട്, ബോർഡിൽ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ആറ്റങ്ങളുടെ എണ്ണം ഉണ്ടല്ലോ, അതിൻ്റെ എണ്ണം കൊണ്ട് അതിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഗുണിക്കുക. എത്രയാണ്? 2 × 16 എത്രയാണ്? 32. എത്രയാണ്? 32. O2ൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 32. ഓക്കെ, ഈ 32 എന്ന് പറയുന്ന മോളിക്കുലർ മാസിനെ ഞാൻ ഗ്രാമിലെടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് GMM. എന്താണ്? GMM.
അപ്പോൾ ഒരു മോളിക്കുലർ മാസ് എത്രയാണോ അതിനെ ഗ്രാമിലെടുത്ത് തന്നെ വിളിക്കുന്ന പേരാണ് GMM. ഇത് ഓക്സിജന്റെ എത്ര GMM ആണ്? 1 GMM ആണ്. എത്ര GMM ആണ്? 1 GMM. എന്തുകൊണ്ട് അതിനെ 1 GMM എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ട് 2 GMM ആയില്ല, 3 GMM ആയില്ല? ശ്രദ്ധിക്കുക, ഒരു മോളിക്കുലർ മാസ് എത്രയാണോ അതിനെ അതുപോലെ ഗ്രാമിലെടുക്കാൻ, ആ സംഖ്യ അതുപോലെ ഗ്രാമിലെടുക്കുകയാണെങ്കിൽ അത് ആ മോളിക്യൂളിൻ്റെ 1 GMM ആവുള്ളൂ. അതുപോലെ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണോ അതിന് അതേപോലെ ഗ്രാമിലെടുത്ത് അത് ആ ആറ്റത്തിൻ്റെ 1 GMM ആവുള്ളൂ. അപ്പോൾ ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32 ആണ്. 32 ഗ്രാം എന്ന് പറഞ്ഞാൽ അത് 1 GMM ആണ്. ഓക്കെ, 1 GMM ഏത് മോളിക്യൂൾ എടുക്കുകയാണെങ്കിലും 1 GMM അത് ഓക്സിജൻ ആയിക്കോട്ടെ, ഹൈഡ്രജൻ ആയിക്കോട്ടെ, അത് വാട്ടർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സോഡ വാട്ടർ ആയിക്കോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അമോണിയ ആയിക്കോട്ടെ, 1 മോളാണോ 1 GMM ആണോ അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം 6.022 × 10⁻23 മോളിക്യൂൾസ്. നേരത്തെ നമ്മൾ ഈ സംഖ്യയാണ് പറഞ്ഞത് അല്ലേ. 1 മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടാവും. 1 മോൾ എന്ന് പറയുമ്പോൾ 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം കാണാനും മോളിക്യൂൾസ് എണ്ണം കാണാനും ഈ ഒരു നമ്പർ നമ്മൾ എഴുതാറുണ്ട്, ഈ ഒരു അവോഗാഡ്രോ നമ്പർ എഴുതാറുണ്ട്. അപ്പോൾ ഒരു GMM ആണ് അതിൽ എത്ര മോളിക്യൂൾസ് എന്ന് ചോദിക്കുമ്പോൾ 6.022 × 10⁻23 മോളിക്യൂൾസ്. സ്ഥലമില്ലാത്തവർ എഴുതുന്നില്ല, മോളിക്യൂൾസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു മോളിക്യൂൾ നോക്കാം, ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ ഫോർമുല C6H12 എന്താണ്? ഓസിസ് ആണ് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ ഫോർമുല. ഓക്കെ, ഇത് ഗ്ലൂക്കോസ് ആണ് കേട്ടോ. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. കാർബൺ 6 ആറ്റം ഉണ്ട് അല്ലേ. അപ്പോൾ 6 × കാർബൺ അറ്റോമിക് മാസ് എത്രയാണ്? 12 പ്ലസ് അടുത്തത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ 12 ആറ്റം ഉണ്ട്. 12 ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1 പ്ലസ് എന്താണ്? ഓക്സിജൻ വീണ്ടും 6 ആറ്റം ഉണ്ട്. അപ്പോൾ വീണ്ടും ഓക്സിജൻ അറ്റോമിക് മാസ് 16. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത്, ഒരു മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആറ്റങ്ങളുടെ എണ്ണം കൊണ്ട് അതിന് അറ്റോമിക് മാസ് കൊണ്ട് ഗുണിക്കുന്നു, ഒക്കെ പാടെ കൂട്ടുന്നു. ഇവിടെ ആകെ ഒറ്റ മോളിക്യൂളുള്ളൂ. അപ്പോൾ 2 × 16 കഴിഞ്ഞു. ഇവിടെ 6 × 12 പ്ലസ് പിന്നെ ഇതൊക്കെ എല്ലാ മാസുകളും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 6 × 12 എത്രയാണ്? 72 പ്ലസ് 12 × 1 12 പ്ലസ് എന്താണ്? 6 × 16 6 36 ശിഷ്ടം 3 6 6 9. ഓക്കെ, അപ്പോൾ 72ഉം 12ഉം 96ഉം ഇത് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 എന്ന് കിട്ടും. എന്ത് കിട്ടും? 180 കിട്ടും. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസാണിത്. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസാണിത് 180. ഈ മോളിക്കുലർ മാസിനെ ഞാൻ ഗ്രാമിലെടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണിത് GMM. എന്താണ്? GMM. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ GMM എത്രയാണ്, അതിൻ്റെ വാല്യൂ എത്രയാണ്? ഈ 180ൻ്റെ അവിടെ എന്ത് കൊടുക്കുക? ഒരു ജസ്റ്റ് ഒരു ഗ്രാം ഇട്ട് കൊടുക്കാം. അപ്പോൾ 180 ഗ്രാം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ GMM ആണ്. എത്ര GMM ആണ്? 1 GMM ആണ്. എത്ര GMM ആണ്? 1 GMM ആണ്. എന്തുകൊണ്ട് 1 GMM എന്ന് തീർത്ത് പറയാൻ കാരണം, ഒരു മോളിക്കുലർ മാസ് എത്രയാണോ അതിന് അതേപടി ഗ്രാമിലെടുത്താൽ അത് ആ മോളിക്യൂളിൻ്റെ 1 GMM ആണ്. എന്താണ്? 1 GMM ആണ്. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് 180 ആണ്. അതിനെ ഗ്രാമിലെടുത്തപ്പോൾ അത് 1 GMM ആയിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 GMM ഏത് മോളിക്യൂളും ഏത് കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം 6.022 × 10⁻23 മോളിക്യൂൾസ് അതിലും ഉണ്ടാവുന്നു 1 GMM ആണെങ്കിൽ. റെഡി? അങ്ങനെയാണ്. ഒരു കാര്യം കൂടി പറയാം. ഈ 1 GMM എന്ന് പറഞ്ഞാൽ 1 GMM എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? ഒരു മോളിന് ഈക്വലാണ്. 1 GMM എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? ഒരു മോളിന് ഈക്വലാണ്. അപ്പോൾ 360 ഗ്രാം ഗ്ലൂക്കോസ് നൽകിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. 360 ഗ്രാം ഗ്ലൂക്കോസ് നൽകിയിട്ടുണ്ട്. 360 ഗ്രാം ഗ്ലൂക്കോസ് തന്നിട്ടുണ്ട്. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് 180 ആണ്. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് MM എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് എത്രയാണ്? 180 ആണ്. ഓക്കെ, ഇതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഈ 360 ഗ്രാം ഗ്ലൂക്കോസിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എത്ര മോളിക്യൂൾസ് ആണെങ്കിലും എത്ര ആറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന പദാർത്ഥത്തിൽ സാമ്പിളിൽ എത്ര മോളുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. എന്താണ് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ? ഗിവൺ മാസ്. എന്താണ്? ഗിവൺ മാസ് ഡിവൈഡ് ബൈ GMM. എന്താണ്? GM. ഇതൊരു മോളിക്യൂളാണ്, ഇതൊരു കോമ്പൗണ്ടാണ്, ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കണം? GMM എന്നാണ് കൊടുക്കേണ്ടത്. നേരെ വെച്ചാൽ ഒരു ആറ്റം മാത്രമേ തന്നെങ്കിലോ ഇത്ര ഗ്രാം ഓക്സിജൻ, ഇത്ര ഗ്രാം നൈട്രജൻ, ഇത്ര ഗ്രാം സോഡിയം, ഇത്ര ഗ്രാം ഹൈഡ്രജൻ മാത്രം തരികയാണെങ്കിലോ അപ്പോൾ നമ്മൾ GMM ആണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു മോളിക്യൂളാണ്, അപ്പോൾ GMM ആണ്. ഓക്കെ, അതായത് മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്, അപ്പോൾ GMM ആണ് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ ഒരു ആറ്റം തന്നിട്ട് ഇത്ര ഗ്രാം ഒരു ആറ്റം തന്നിട്ട് അതിൻ്റെ മോൾസ് കാണാൻ പറയാം. അപ്പോൾ തന്നിരിക്കുന്ന സൂചനയിൽ അറ്റോമിക് മാസ് തന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും GAM ആണ് വരിക. ഓക്കെ, അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡ് ബൈ GM. ഗിവൺ മാസ് എത്രയാണ്? 360. GMM എത്രയാണ്? ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് തന്നെയാണ് GM എന്ന് പറഞ്ഞാൽ
മോളിക്കുലർ മാസ് എത്രയാണ് 150. അതിനെ ഗ്രാമിനെടുത്താൽ Gmm ആയി. അപ്പോൾ 360 ആയിരിക്കണം Gmm. എത്ര Gmm ഉണ്ട്? 2 Gmm. അല്ലെങ്കിൽ ഇതിനെന്ത് വിളിക്കാം? 2 മോൾ എന്ന് വിളിക്കാം. 2 മോളുണ്ട് അല്ലേ? 180 360 2 പ്രാവശ്യം പോകും. ഓക്കെ, അങ്ങനെയാണ്. ഇതിൽ ടോട്ടൽ എത്ര ആറ്റങ്ങളുണ്ട്? 2 × 6.022 × 10⁻23 മോളിക്യൂൾസ്. അത്രയും എന്തുണ്ടായിരിക്കും? മോളിക്യൂൾസ് ഇതിലും ഉണ്ടായിരിക്കും. ഓക്കെ, 2 × 6.022 × 10⁻23 മോളിക്യൂൾസ്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോൾ ആൻഡ് വോളിയം ഓഫ് എ ഗ്യാസ്. ഒരു മോളും ഒരു ഗ്യാസിൻ്റെ വോളിയം തമ്മിലുള്ള എന്താണ് ബന്ധം? ഈ ബന്ധം നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ ഈ പാഠത്തിൽ 3 ഗ്യാസ് ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തെ ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നത് അല്ലേ? അല്ല, 3ാമത്തെ ഗ്യാസ് ലോ എന്താണ്? അവോഗാഡ്രോസ് ലോ. എന്താണ് അവോഗാഡ്രോസ് പറയുന്നത്? അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്ന ആ ഒരു ലോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും കോൺസ്റ്റന്റ് പ്രഷറിലും എന്താണ് ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയുന്നുണ്ട് ഒരു കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് എന്താണ് ടെമ്പറേച്ചറും. ആ കോൺസ്റ്റന്റ് പ്രഷറിനെയും കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നമ്മൾ വിളിക്കുന്ന പേരാണിത് STP. ആ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണിത് STP എന്ന് പറഞ്ഞാൽ. STPൻ്റെ ഫുൾ ഫോം എന്താണ്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓർത്ത് വെക്കണം, ചിലപ്പോൾ എഴുതാൻ ചോദിക്കാം. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? 273 Kelvin ആണ്. 273 Kelvin ആണ്. നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയില്ലേ, അതിനോട് ഈക്വൽ ആണെന്ത്? 273 Kelvin എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുപോലെ ഈ സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ആണ്. എന്താണ്? 180 ആണ്. ഓക്കെ, അപ്പോൾ പ്രഷർ 180. പ്രഷറിൻ്റെ ഒരു യൂണിറ്റ് ആണിത് ATM. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നാണ് ഇതിൻ്റെ ഷോർട്ടാണിത് ATM എന്ന് പറഞ്ഞാൽ. പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് ATM എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രഷർ എത്രയാണ്? 180 ആണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്രയാണ്? 273 Kelvin ആണ്. ഇതാണ് കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. ഈ ഒരു കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഈ ഒരു ടെമ്പറേച്ചറിന് പ്രഷർ നമ്മൾ വിളിക്കുന്ന പേരാണ് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്രയാണ്? 273 Kelvin. സ്റ്റാൻഡേർഡ് പ്രഷർ എത്രയാണ്? 180 ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് STP എന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ STP എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ, STP എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ 273 Kelvin ആണ്, പ്രഷർ 180 ആണെന്ന് ഓർമ്മയിൽ വേണം. ഓക്കെ, അപ്പോൾ STP എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? 1 മോൾ ഞാൻ ഹൈഡ്രജൻ ഗ്യാസ് എടുക്കുന്നു. 1 മോൾ ഹൈഡ്രജൻ ഗ്യാസ് എടുക്കണം. ഗ്യാസാണ് എടുക്കണം കേട്ടോ. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് എണ്ണം എത്രയാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മോൾ ഏത് സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് എണ്ണം എത്രയാണ്? ഒരു മോൾ എടുക്കുന്നത് എത്രയുണ്ട്? അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണിത്? 6.022 × 10⁻23 മോളിക്യൂൾസ് അതിൽ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ STP എന്ന് പറയുന്ന ഇതേ കണ്ടീഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? 1 മോൾ ഞാൻ വേറൊരു ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എടുക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് എണ്ണം 6.022 × 10⁻23 മോളിക്യൂൾസ് അവിടെ ഉണ്ടാവും. കാരണം എന്താ? 1 മോളാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ STP എന്ന് പറയുന്ന കണ്ടീഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? 1 മോൾ ഞാൻ ഹീലിയം ഗ്യാസ് എടുക്കുകയാണ്. ഹീലിയം ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് എണ്ണം എത്രയാണ്? ഒരു സംശയം വേണ്ട, എടുക്കുന്ന സബ്സ്റ്റൻസ് 1 മോൾ ആണെങ്കിൽ അതിൽ ഇത്ര അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. എത്രയാണ്? 6.022 × 10⁻23 മോളിക്യൂൾസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ STPയിൽ ഞാൻ ഏത് ഗ്യാസ് എടുത്താലും 1 മോൾ എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. മോളിക്യൂൾസ് എണ്ണം ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, STPയിൽ ഏതൊരു ഗ്യാസും 1 മോൾ എടുക്കുകയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് എണ്ണം 6.022 × 10⁻23 എല്ലാ ഗ്യാസിനും ഒരേപോലെയല്ലേ വരുന്നത്? അതായത് മോളിക്യൂൾസ് എണ്ണം എന്താണ്? സെയിം ആണ്. STPയിൽ ഏതൊരു ഗ്യാസും 1 മോൾ എടുത്തു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് എണ്ണം സെയിം ആവുന്നതുകൊണ്ട് ഈ STPയിൽ എടുക്കുന്ന ഈ എല്ലാ ഗ്യാസിൻ്റെയും 1 മോൾ ഗ്യാസിൻ്റെയും വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒന്നുകൂടി പറയാം, STPയിൽ ഏതൊരു ഗ്യാസും 1 മോൾ എടുക്കുന്നു. 1 മോൾ ഹൈഡ്രജൻ, 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്, 1 മോൾ ഹീലിയം, ഏത് ഗ്യാസ് 1 മോൾ എടുക്കുകയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് എണ്ണം സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയതുകൊണ്ട് ഈ STPയിൽ എടുക്കുന്ന എല്ലാ 1 മോൾ ഗ്യാസിൻ്റെ വോളിയം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. മോളിക്യൂൾസ് എണ്ണം സെയിം ആവുന്നതുകൊണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ഈ ഗ്യാസുകളുടെയൊക്കെ വോളിയം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ എന്താണ് അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ STPയിൽ 1 മോൾ ഹൈഡ്രജൻ ഗ്യാസ് എടുക്കുന്നു. അതിൽ ഇത്രയും മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെ ഇത്രയും മോളിക്യൂൾസിൻ്റെ STPയിലെ വോളിയം 1 മോൾ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22.4 ലിറ്റർ ആണ്. 22.4 ലിറ്റർ ആണ്. ഇനി STPയിൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് കഴിഞ്ഞാലും ഇതേ മോളിക്യൂൾസ് എണ്ണല്ലേ? മോളിക്യൂൾസ് എണ്ണം ഈക്വൽ ആണെങ്കിൽ മോളിക്യൂൾസിൻ്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന ഈ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം എത്രയാണ്? വ്യാപ്തം എത്രയാണ്? 22.3
4 ലിറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്താണ് 22.4 ലിറ്ററാണ് വരുന്നത്. അതായത് എസ് ടി പിയിൽ ഏതൊരു ഗ്യാസും 1 മോൾ എടുക്കുകയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് എണ്ണം ഈക്വൽ ആവുന്നതുകൊണ്ട് അവയുടെ വോളിയം എന്തായിരിക്കും? ഈക്വലാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്? എസ് ടി പിയിൽ ഒരു ഗ്യാസ് 1 മോൾ എടുക്കുകയാണെങ്കിൽ ആ 1 മോൾ ഗ്യാസിൻ്റെ വോളിയം എത്രയാണ്? വോളിയാണ് ചോദിച്ചതെങ്കിൽ ലിറ്ററിൽ പറയണം. എസ് ടി പിയിൽ 1 മോൾ ഗ്യാസിൻ്റെ വോളിയം എത്രയാണ്? എത്ര ലിറ്ററാണ്? 22.4 ലിറ്റർ, 22.4 ലിറ്റർ. അങ്ങനെയാണ് ഓർത്ത് വയ്ക്കുക. 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മോളാണ്. എസ് ടി പിയിൽ 1 മോൾ ഗ്യാസിൻ്റെ വോളിയാണ്. എസ് ടി പിയിൽ 1 മോൾ ഗ്യാസിൻ്റെ വോളിയാണെന്ത്? 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണ് 44.8 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മോളാണെങ്കിൽ 44.8 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? അതിൻ്റെ ഇരട്ടിയല്ലേ? 2 മോളാണ്. എത്രയാണ്? 2 മോളാണ്. 11.2 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മോളാണെന്ന് പറയൂ? 11.2 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? എത്ര മോളാണ്? 22.4 1 മോളല്ലേ? അതിൻ്റെ പകുതിയല്ലേ 11.2 എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? ഹാഫ് മോളാണ്. എന്താണ്? ഹാഫ് മോൾ അല്ലെങ്കിൽ 0.5 മോളാണ്. ഓക്കെ. 224 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? 10 മോളാണ്. 112 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? 5 മോളാണ്. 112ൽ 22.4 5 പ്രാവശ്യം പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് മോളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ചോദ്യം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചോദ്യമായിട്ട് എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു സെഷനാണ്. ഓക്കെ. ഈ ചോദ്യമൊക്കെ നമ്മൾ എവിടെ ഉണ്ട്? നമ്മുടെ ലെറ്റേഴ്സ് അസസ്സിലുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അവിടെ ലെറ്റേഴ്സ് അസസ്സിലുള്ള ചോദ്യമാണ്, ശ്രദ്ധിക്കുക. 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എസ് ടി പിയിൽ തന്നിട്ടുണ്ട്. 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എസ് ടി പിയിൽ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 112 ലിറ്ററിലാണ് തന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്കുലാർ മാസും തന്നിട്ടുണ്ട്. എത്രയാണ്? 44. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഒരു കാർബൺ അറ്റോമിക് മാസ് 12, 2 ഓക്സൈഡ് അറ്റോമിക് മാസ് 2 × 16 32, 11 കൂട്ടുമ്പോൾ 44. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്കുലാർ മാസ് 44. അപ്പോൾ 3 ചോദ്യങ്ങളുണ്ട്. ഓരോ മാർക്കിൻ്റെ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യത്തിൽ എത്ര മോൾസ് ഉണ്ട്? ഹൗ മെനി മോൾസ് ആർ പ്രസൻറ്റ്? 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോളുണ്ട്? അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ചെയ്യാം. എത്ര മോളുണ്ട്? നമ്പർ ഓഫ് മോൾസ്. ഞാൻ ഇവിടെ തന്നെ എഴുതുന്നു നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? ഗിവൺ മാസ് ഡിവൈഡ് ബൈ GAM, ഗിവൺ മാസ് ഡിവൈഡ് ബൈ GMM. അങ്ങനെ കണ്ടല്ലേ? മാസ് വെച്ചിട്ടാണെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡ് ബൈ GAM അല്ലെങ്കിൽ GMM എന്ന് എഴുതാം. മാസ് വെച്ചിട്ടാണെങ്കിൽ എന്തത്? മാസ് വെച്ചിട്ടാണോ? അല്ല, ഇവിടെ വോളിയാണ്, ലിറ്ററിലാണ് തന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ എന്താ? ഗിവൺ മാസ് എന്നല്ല, ഗിവൺ വോളിയാണ്. എന്താണ്? ഗിവൺ വോളിയം. ടെക്സ്റ്റ് ബുക്കിൽ ഗിവൺ വോളിയം ഇൻ എസ് ടി പിയിൽ തന്നിരിക്കുന്ന ഗിവൺ വോളിയം. എസ് ടി പിയിൽ തന്നിരിക്കുന്ന ഗിവൺ വോളിയം എത്ര? ഗിവൺ വോളിയം ഇൻ എസ് ടി പി. എസ് ടി പിയിൽ തന്നിരിക്കുന്ന വോളിയം ഡിവൈഡ് ബൈ 22.4 ലിറ്റർ. 22.4 അല്ലെങ്കിൽ മോളാർ വോളിയം, അല്ലെങ്കിൽ എന്താണ്? മോളാർ വോളിയം. ശ്രദ്ധിക്കുക. ഇത്ര ലിറ്റർ ഒരു ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ആ തന്നിരിക്കുന്ന ലിറ്റർ ഉണ്ടല്ലോ, നിക്കേഷ് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കേഷ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര മോളിന് കണ്ടുപിടിക്കാറിയല്ലോ, അതെങ്കിലും ചെയ്താൽ മതി. എത്രയാണ്? ഇത്ര ലിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാസ് തന്നു, അതിൽ എത്ര മോൾഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ്. അപ്പോൾ എത്രയാണ് തന്നത്? അതേ ഡിവൈഡഡ് ബൈ 22.4 ചെയ്താൽ മതി. അപ്പോൾ ഗിവൺ വോളിയം ഇൻ എസ് ടി പി. അപ്പോൾ ഗിവൺ വോളിയം എസ് ടി പിയിൽ തന്നിരിക്കുന്ന വോളിയം എത്രയാണ്? അപ്പോൾ ഈ ചോദ്യമൊക്കെ എസ് ടി പിയിലാണ് തന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഗിവൺ വോളിയം എത്രയാണ്? അപ്പോൾ എൻ്റെ ഉത്തരം നമ്മൾ പറയുന്നു, എൻ്റെ ഉത്തരമാണ് ഗിവൺ വോളിയം എത്രയാണ്? 112 ലിറ്റർ ആണ്. ഓക്കെ. ഡിവൈഡഡ് ബൈ 22.4. 22.4 എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം. മോളാർ വോളിയം എന്താ? 1 മോൾ ഗ്യാസിൻ്റെ വോളിയത്തെ വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം. മോളാർ വോളിയം എത്രയാണ്? 1 മോൾ ഗ്യാസിൻ്റെ വോളിയം എത്രയാണ്? 22.4 ലിറ്റർ. അപ്പോൾ ലിറ്ററിലാണ് ചോദ്യം തന്നെങ്കിൽ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ. അപ്പോൾ 112 ഡിവൈഡ് ബൈ 22.4 ചെയ്യുമ്പോൾ നമുക്ക് 5 മോൾ. എത്രയാണ്? 5 മോൾ. 5 മോളുണ്ട്. നേരത്തെ ഞാനിവിടെ എഴുതിയതാണ് 5 മോളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞു, 5 മോൾ. ഓക്കെ. ഇനി ഹൗ മെനി മോളിക്യൂൾസ്? ഇതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? എങ്ങനെ ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? എത്ര മോളിക്യൂൾസ് ഉണ്ട്? എത്ര മോൾ ഉണ്ടെന്ന് കിട്ടിയില്ലേ? മോളിൻ്റെ എണ്ണം കിട്ടിയ മോളിക്യൂൾസ് ആണ് എഴുതി കൂടെ. 1 മോളാണെങ്കിൽ 6.022 × 10⁻³ മോളിക്യൂൾസ്. 5 മോളാണെങ്കിൽ 5 × 6.022 × 10⁻23 മോളിക്യൂൾസ് ആണ്. അപ്പോൾ അത്രയും മോളിക്യൂൾസ് എന്നിവിടെ എഴുതി വെക്കണം. ഓക്കെ. റെഡി. ഇനി അടുത്തത് സി, മൂന്നാമത്തെ ചോദ്യം എന്താണ്? ടോട്ടൽ മാസ്. അതായത് ഈ 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ടോട്ടൽ മാസ് കണ്ടുപിടിക്കണം. ഇത്രയും ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എസ് ടി പിയിൽ തന്നെ 112 ലിറ്റർ, ഇതിലെ ടോട്ടൽ മാസ് കണ്ടുപിടിക്കണം. ഓക്കെ.
അപ്പോൾ മാസമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് 44 എന്ന് പറയുന്ന ഒരു ഹിൻറ്റ്, ഒരു സൂചന ക്വസ്റ്റ്യനിൽ തന്നത്. ഓക്കെ, അത് നമ്മൾ ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 44. അത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസാണിത്, 1 മോൾ CO2വിൻ്റെ മാസാണിത് 44 എന്ന് പറഞ്ഞാൽ. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് 44, അതിനെ ഗ്രാമിലെടുത്താൽ 44 ഗ്രാം. അതതിന് 1 GM ആണ്, അല്ലെങ്കിൽ 1 മോളാണ്. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസാണിത് 44 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ 112 ലിറ്ററിൽ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്? എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടി? എത്ര മോൾ ഉണ്ട്? 5 മോൾ. അപ്പോൾ 5 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 5 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസം 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസം 44 ആണെങ്കിൽ 5 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസം എത്രയാണ്? 5 × 44. 5 × 44 നമ്മൾ ചെയ്യുമ്പോൾ 220 ഗ്രാം എന്ന് കിട്ടും. മാസാണ്, ഗ്രാമിൽ ചേർക്കണം. 5 × 44 ചെയ്യുമ്പോൾ 220 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമായി മോളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ 1 GAM 22.4 6.022 × 10⁻23 എന്നൊക്കെ പറഞ്ഞാൽ 1 മോളാണ്. ശ്രദ്ധിക്കുക, 1 GAM 1 GM 6.022 × 10⁻23 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം 1 മോളാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.